ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ചായയൊക്കെ ഇട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അങ്ങോട്ട് തുടങ്ങി. ഇത് ദേ അപ്പുറത്ത് നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറം കാണുന്നതാണ്, വേലിക്കപ്പുറം അപ്പുറത്തെ പറമ്പാണ്, വേറെ ആളുടെയാണ് കേട്ടോ, നമ്മുടെ ഒന്നുമല്ല. അങ്ങനെ രാവിലെ തന്നെ ഉച്ചക്കത്തതും ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് വേഗം നോക്കുകയാണ്. അല്ലി ഉറക്കമായിരുന്നു. അങ്ങനെ ദേ ഇങ്ങനെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, പച്ചക്കറി വേസ്റ്റ് നമ്മൾ ചെടിക്ക് കൊണ്ടുവന്നിടും. അപ്പം അന്നേരം അതിൽ നിന്ന് തന്നെ നമുക്ക് കിളിച്ചിട്ട് ഈ തക്കാളി, മുളക്, പിന്നെന്താ മത്തന് അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. എന്നിട്ട് നാട്ടിൽ നിൽക്കുമ്പോൾ ഞാനതിനെ പറിച്ച് നടുകയും എനിക്കങ്ങനെ നിറയെ തക്കാളി, കൂടുതലും എനിക്കുണ്ടായത് തക്കാളിയാണ്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് ചട്ടിയിൽ കിളിച്ച് വരും. അതിനെ പിന്നെ നമ്മൾ മാറ്റി നടുകയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പുറത്തുനിന്ന് നമുക്ക് കുറേ കൊറോണ പഴം, റംബൂട്ടാനെ കിട്ടി കേട്ടോ. അങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഒരു പൂ നിൽക്കുന്നത് കണ്ടത്. ഇത് അറിയാവോ എനിക്കറിയില്ല, എല്ലാവർക്കും ഒക്കെ അറിയാവോ, നമ്മുടെ നിശാഗന്ധി എന്നല്ലേ ഇതിന് പറയുക. ഇതിൻ്റെ ഇല നട്ടപ്പോൾ അങ്ങനെ ആദ്യമായിട്ടുണ്ടായതാണ്. പിന്നെ ബാക്ക് സൈഡിൽ പോയിട്ട് ഇതിനെ പറിച്ച് അങ്ങനെ അതിനെയൊക്കെ പറിച്ച് തിന്നു. വീണ്ടും കിച്ചണിൽ തന്നെ വന്നു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങൊക്കെ നടത്തി, രാവിലത്തെ എല്ലാം നടത്തിയിട്ട് ഉമ്മറത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇവിടെ നിറയെ ഈച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈച്ചനെ പിടിക്കാനായിട്ടൊരു സാധനം വാങ്ങിയതാണ്. ഒരു പശയാണ്. ഇങ്ങനെ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ഈച്ച വന്ന് കുടുങ്ങും. നടുക്കായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഇരിക്കുന്നത്. ശർക്കര നമ്മൾ നിലയപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെ കൊടുത്തു. അല്ലി രാവിലെ വന്ന് ചെരുപ്പൊക്കെ ഞുള്ളി പറക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ചേച്ചി ഉറക്കമായിരുന്നതുകൊണ്ട് ചേച്ചിയെ ശല്യം ചെയ്യുന്ന അല്ലി ഒരു കുറുമ്പി കുട്ടിയാണ് ശരിക്കും. മുത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലി വളരെ കുറുമ്പിയാണ്. മുത്ത് കുറേ കൂടെ ആൾ പാവമാണ്, കുറേ കൂടെ സൈലൻ്റാണ്. അതിൻ്റെയും കൂടെ തീരെ അവൾ ഇങ്ങനെ ദ്രോഹിക്കുക മനുഷ്യനെ. നോക്കൂ, ആരുറങ്ങിയാലും അവരെ ഇങ്ങനെ തോണ്ടുക, മാന്തുക, അള്ളുക, അടിക്കുക. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഉമ്മയും തരും. അങ്ങനെ അതിൽ കോംപ്രമൈസ്. അങ്ങനെ രാവിലെ എണ്ണിച്ച് ചേച്ചിയെ ദ്രോഹിക്ക് ഡെയിലി ഇതുള്ളതാണിത്. ഞാനും അല്ലിയും താഴെയാണ് കിടക്കുന്നത് കേട്ടോ. അല്ലിയിലെ കട്ടിലിൽ നിന്ന് വീഴും. അങ്ങനെ മുത്തും ഞങ്ങളുടെ കൂടെ വന്നതാണ്. അങ്ങനെ ചേച്ചീനെ രാവിലെ ശല്യം ചെയ്ത് ഉണർത്തി. ശബരിമലയൊക്കെ പോയി ക്ഷീണിച്ച് വന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്തു. അങ്ങനെ അച്ഛനും മക്കളും കൂടെ മഴയൊക്കെ ആസ്വദിച്ച് ഉച്ചയായപ്പോഴത്തേനും നമ്മൾ പിന്നെ പോയിട്ടൊരു മൂവിക്ക് പോയിരുന്നു കേട്ടോ. മൂവിയൊക്കെ കണ്ട് നമ്മുടെ ഉച്ചത്തെ സമയം കഴിഞ്ഞു. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.